ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ട് സ്വിസ് റോൾ വീട്ടിൽ തയ്യാറാക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദയും 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും 1 സ്പൂൺ കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുത്ത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞയും 1/2 സ്പൂൺ വാനില എസൻസും 3 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിലേക്ക് കുറേശ്ശെ അരിച്ച് വെച്ചിരിക്കുന്ന മാവിട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ടയുടെ വെള്ളയും 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് 3 സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല സ്റ്റിഫാക്കി എടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാനിൽ നെയ്യ് പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റവിലേക്ക് അടികട്ടിയുള്ള പാത്രം വെച്ച് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ബൗളിലേക്ക് ജാം ഇട്ട് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച റോളെടുത്ത് നൂത്ത് അതിലേക്ക് ജാം പുരട്ടി കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് റോളാക്കി ബട്ടർ പേപ്പറൊക്കെ സൈഡിലൊന്ന് ചുരുട്ടി കൊടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം എടുത്തൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് മുകളിലായിട്ട് ജാം പുരട്ടി കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ വിതറി കൊടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റി സ്വിസ് റോൾ തയ്യാറായിട്ടുണ്ട്.